മന്ത്രിസഭാ യോഗത്തിൽ നിർണായക തീരുമാനങ്ങൾ. വയനാട് ദുരിത ബാധിതരുടെ വായ്പാ കുടിശ്ശിക സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കും. സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിച്ച് പുതിയ അതിവേഗ പദ്ധതിക്ക് മന്ത്രിസഭ അനുമതി നൽകി. അർജുൻ രാജ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനങ്ങൾ വരുന്നു. നിർണായകങ്ങളായ പല തീരുമാനങ്ങളും ഉണ്ടെങ്കിലും ഇതിലേറ്റവും പ്രധാനം വയനാട് ദുരിത ബാധിതരുടെ കടബാധ്യത എഴുതിത്തള്ളാനുള്ള സർക്കാരിന്റെ ധീരമായ നടപടിയാണ്. ഈ കടബാധ്യത എഴുതിത്തള്ളാൻ കഴിയില്ല എന്ന് കോടതിയിൽ കേന്ദ്രം നിലപാടെടുത്ത ആ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ ഒരു ധീരമായ നിലപാടെടുത്തിരിക്കുന്നു. വിവരങ്ങൾ സേതു, മന്ത്രിസഭാ യോഗത്തിൽ ഏറെ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളാണ് കൈക്കൊണ്ടിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് വയനാട് ദുരന്ത ബാധിതരുടെ വായ്പ എഴുതിത്തള്ളാനുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിരിക്കുകയാണ്. 1620 വായ്പകൾ എഴുതിത്തള്ളാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. അതിതീവ്ര ദുരന്തം എന്ന പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ട് പോലും ഈ ദുരന്ത ബാധിതരുടെ വായ്പ എഴുതിത്തള്ളാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നില്ല. സംസ്ഥാനം പലവട്ടം ആവശ്യപ്പെട്ടിട്ടും അതിന് എതിരായി നിൽക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. അതിനുശേഷം കോടതിയിലും സമാനമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു. ഈ തുക എഴുതിത്തള്ളാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിച്ചു. മാത്രമല്ല, നിയമപരമായി നേരത്തെ ഉണ്ടായിരുന്ന ആനുകൂല്യം ഭേദഗതി വരുത്തിക്കൊണ്ട് നിലവിൽ അങ്ങനെ എഴുതിത്തള്ളേണ്ട ആവശ്യമില്ല എന്ന നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ എത്തുകയും ചെയ്തു. അതിനൊടുവിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ ഈ വായ്പ എഴുതിത്തള്ളാനുള്ള സുപ്രധാനമായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 18,75,00,000 രൂപയാണ് നിലവിൽ വായ്പയായി ദുരന്ത ബാധിതർ അടയ്ക്കാനുള്ളത്. ആ തുക പൂർണ്ണമായും എഴുതിത്തള്ളാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുകയാണ്. വയനാട് ചൂരൽമലയിൽ ദുരന്ത ബാധിതരായിട്ടുള്ളത് വായ്പ എടുത്തിരുന്നത് 1620 പേരാണ്. ഈ മുഴുവൻ ആളുകളുടെയും വായ്പ എഴുതിത്തള്ളാനാണ് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിട്ടുള്ളത്. ഈ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഏറ്റെടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 555 പേരാണ് വായ്പ ഈ ദുരന്ത ബാധിതരായിട്ടുള്ള ആളുകൾ ഏറ്റെടുത്തിരുന്നത്. ഈ തുക പൂർണ്ണമായും എഴുതിത്തള്ളാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുകയാണ്. യെസ്, ഓക്കെ അർജുൻ. ശരി, അർജുനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് മന്ത്രിസഭാ യോഗ തീരുമാനം.